So dear students, welcome back. In the module 4 continuation so we are going to start with kinetics. We have already discussed kinematics. Kinematics that is the study of forces acting on a moving body without giving reference to forces. Okay, force in a refer kinematics, and if we are referring to the forces, then it is kinetics. Okay. So kinetics in the problem cheyanayittu moonu approaches aanullathu. Newton's second law, work energy principles, impulse and momentum. ഇതിൽ work energy principles and impulse and momentum ഇതിൻ്റെ basic concepts മാത്രമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. Whereas നമ്മൾ problems ഒക്കെ ചെയ്യാൻ പോകുന്നത് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ വെച്ചിട്ടായിരിക്കും. ഓക്കെ, സോ ഇവിടെ മൂന്ന് ടൈപ്പ് പ്രോബ്ലംസ് ആണ് നമുക്കുള്ളത്. വൺ ഇസ് horizontal plane. Okay, body on a horizontal plane, inclined plane and connected bodies. Okay, so ഇതിൽ ഇന്നത്തെ ക്ലാസ്സിൽ, അതായത് ഈ ഒരു വീഡിയോ ലെക്ചറിൽ നമ്മൾ ഹൊറിസോണ്ടൽ ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിനിലെ പ്രോബ്ലംസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ അതാണ് നമ്മുടെ ഫസ്റ്റ് അപ്രോച്ച്. ആൻഡ് അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് സെക്കൻഡ് ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വി ആർ ഗെറ്റിംഗ് an equation F is equal to ma. Okay, mass into acceleration എന്നൊരു ഇക്വേഷനാണ് നമുക്ക് കിട്ടുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഒരു നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ, okay, we can write the total force is equal to mass into acceleration. Okay, so the above equation or above statement we can write it like this: total force or the resultant is equal to mass into acceleration. Okay, അതായത് ഇപ്പോൾ റെസ്റ്റിൻ്റെയും അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ആൻഡ് മോഷൻ. ഓക്കെ, സോ റെസ്റ്റിലുള്ളൊരു ബോഡിയും അതുപോലെ തന്നെ മോഷനിലുള്ളൊരു ബോഡിയുടെയും ബേസിക് ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് ഈ ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ, ഓക്കെ, ഇതിൻ്റെ എഫ്എക്സ്, ഓക്കെ, എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സസും അതുപോലെ വൈ ഡയറക്ഷനിലുള്ള ഫോഴ്സസും, ഓക്കെ, അത് നമ്മൾ എന്തായിട്ട് ഇക്വേറ്റ് ചെയ്യും? ഇക്വിലിബ്രിയത്തിലാണെന്ന രീതിയിലാണ്, അതായത് സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യും. റൈറ്റ്. അഗെയിൻ ഈ ഒരു ബ്ലോക്ക് ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, സോ ദിസ് ഇസ് മൂവിങ്, ഇതിനൊരു ഫോഴ്സ് കൊടുത്തു, സോ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഇത് ഈ ഒരു ഡയറക്ഷനിലേക്ക്, അതായത് എക്സ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുകയാണ് വിത്ത് ആൻ ആക്സിലറേഷൻ എ. ഓക്കെ, സോ മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലേ. സോ ഈ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ, സോ ഇത് ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്തത്? നമ്മളിങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്തപ്പോൾ ദിസ് ഇസ് മൂവിങ് ഇൻ എക്സ് ഡയറക്ഷൻ. സോ വി ക്യാൻ റൈറ്റ് സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു, we can equate it to mass into acceleration. Okay, similarly sigma fy, so y direction like motion undo? No, so sigma fy 0 thaneyirikkum. Okay, so this is the basic concept or the basic difference between a body in equilibrium and a body in motion. Clear? So let's begin the problem. A body weighing 1000 Newton rests on a horizontal plane. Okay, so a body under it is weighing 1000 Newton. Okay, the horizontal plane rest and the W is 1000 Newton. Find the magnitude of the force required to give the block an acceleration 2.5 meter per second square. So ഒരു ഫോഴ്സ് നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത റൈറ്റിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫോഴ്സ് എങ്ങോട്ട് കൊടുക്കണം? റൈറ്റിലേക്ക് അപ്ലൈ ചെയ്യണം. ഓക്കെ, സോ വി ഹാവ് ടു ഗിവ് എ ഫോഴ്സ് in towards right, so that this block moves with an acceleration, acceleration 2.5 meter per second square. The coefficient of kinetic friction, so friction coefficient തന്നിട്ടുണ്ട്. So how will you draw the free body diagram? Free body diagram വരയ്ക്കാനായിട്ട് ബ്ലോക്കിലെ വെയിറ്റ്. ഓക്കെ, അഗെയിൻ ഇത് ഹൊറിസോണ്ടൽ സർഫസ് ആണ്. സോ സർഫസിൽ നിന്നുള്ള നോർമൽ റിയാക്ഷൻ RN. ഓക്കെ, ആൻഡ് ഇവിടെ ഫോഴ്സ് ഉണ്ട്. ആൻഡ് എഗെയിൻ ഈ ഫോഴ്സ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ദിസ് ബോഡി ഈസ് മൂവിങ് അലോങ് റൈറ്റ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. സോ ഫ്രിക്ഷൻ വിൽ ബി ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. റൈറ്റ്. സോ ആൻഡ് ഫ്രിക്ഷൻ്റെ വാല്യൂ നമുക്കറിയാം, മ്യൂ ഇൻ ടു റിയാക്ഷൻ. സോ ഇവിടെ റിയാക്ഷൻ RN ആണ്. സോ ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻ ടു RN. ഓക്കെ, സോ ഗിവൺ ഡേറ്റ എഴുതുക. അതേപോലെ വി ഹാവ് ടു ഫൈൻഡ് ദി ഫോഴ്സ്. ഈ എഫ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു അപ്ലൈ ദി കണ്ടീഷൻസ്. അപ്പോൾ ഇവിടെ
ഏത് ഡയറക്ഷനിലേക്കാണ് മോഷൻ ഉണ്ടായത്? എക്സ് ഡയറക്ഷൻ. വൈ ഡയറക്ഷനിലേക്ക് മോഷൻ ഇല്ല. സോ വൈ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം അല്ലേ. സോ വൈ ഡയറക്ഷനിലെ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, സോ വൈ ഡയറക്ഷനിലെ നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് വേർഡ്. സോ മോഷൻ അലോങ് ഹൊറിസോണ്ടൽ പ്ലെയിൻ, മോഷൻ ഹൊറിസോണ്ടൽ പ്ലെയിനിലായതുകൊണ്ട് നെറ്റ് ഫോഴ്സ് ഓക്കെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എം എയും അതുപോലെ തന്നെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ 0യും ആയിരിക്കും. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് W is equal to RN എന്ന് എഴുതാലോ. ഇത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് വരില്ലേ? വേറെ ഒരു ഫോഴ്സസും വൈ ഡയറക്ഷനിലില്ല, ആകെ ഈ രണ്ട് ഫോഴ്സസേ ഉള്ളൂ. സോ വി ക്യാൻ റൈറ്റ് W is equal to RN ആൻഡ് Wൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 1000 ന്യൂട്ടൺ. സോ RN will also be 1000 ന്യൂട്ടൺ. ക്ലിയർ? അഗെയിൻ നമ്മുടെ ഇക്വേഷൻ എഴുതുക. അതായത് ഓക്കെ ജസ്റ്റ് ഏത് ഡയറക്ഷനിലേക്കാണ് നമ്മൾ ആക്സിലറേഷൻ എടുക്കുന്നത്, ഓക്കെ ഏത് ഡയറക്ഷനിലേക്കാണ് മോഷൻ, സോ അതെപ്പോഴും പോസിറ്റീവായിട്ട് കൊടുക്കുക. ഓക്കെ, സോ ആ ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക. നമ്മൾ യൂഷ്വലി റിസൾട്ടിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇങ്ങനെയായിരുന്നു ഡയറക്ഷൻ എടുത്തത് അല്ലേ, പോസിറ്റീവ് എക്സ് ആൻഡ് പോസിറ്റീവ് വൈ, നെഗറ്റീവ് എക്സ് ആൻഡ് നെഗറ്റീവ് വൈ. പക്ഷേ ഈ കേസിൽ സൈൻ കൺവെൻഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് ഡയറക്ഷനിലാണോ മോഷൻ ഉണ്ടാകുന്നത് അവിടെ നമ്മൾ പോസിറ്റീവ് എടുക്കുക. ഓക്കെ, സോ ഈ ഡയറക്ഷനിലേക്കാണ് മോഷൻ ഉള്ളത്, സോ ഈ ഡയറക്ഷൻ പോസിറ്റീവും ഓപ്പോസിറ്റ് ഡയറക്ഷൻ നെഗറ്റീവും എടുക്കുക. ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ എഫ് പോസിറ്റീവ് ഡയറക്ഷൻ ആൻഡ് മ്യൂ ആർ എൻ നെഗറ്റീവ് ഡയറക്ഷൻ. ഓക്കെ, സോ എഫ് മൈനസ് മ്യൂ ആർ എൻ ഇസ് ഈക്വൽ ടു എം എ. സോ മാസ് ഇൻ ടു ആക്സിലറേഷൻ ദാറ്റ് ഈസ് ഓൾസോ ഇൻ പോസിറ്റീവ് അല്ലേ. മോഷൻ ഏത് ഡയറക്ഷനിലാണ്? ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ. സോ എം എ ഇസ് ഓൾസോ ഇസ് ഈക്വൽ ടു എം എ എന്ന് ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഇവിടെ നമുക്ക് ആർ എന്നിൻ്റെ വാല്യൂ ഓൾറെഡി അറിയാം. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് എമ്മിന് ഇവിടെ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വെയിറ്റ് ആണ് 1000 ന്യൂട്ടൺ എന്ന് വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്. വി ഹാവ് ടു കൺവേർട്ട് ദാറ്റ് ഇൻ ടു മാസ്. സോ മാസ് ഇസ് ഈക്വൽ ടു വി നോ വെയിറ്റ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ജി. ഓക്കെ, എം ജി. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് മാസ്? വെയിറ്റ് ബൈ ജി. സോ മാസിന് പകരം വെയിറ്റ് ബൈ ജി കൊടുക്കുക. ദറ്റ് ഇസ് 1000 ബൈ 9.81 ഇൻറ്റു ആക്സിലറേഷൻ തന്നിട്ടുണ്ട് മ്യൂ വി നോ ആൻഡ് ആർ എൻ ഓൾസോ വി ഹാവ് കാൽക്കുലേറ്റഡ്. ഓക്കെ, സോ വി ആർ ഗെറ്റിംഗ് ദി വാല്യൂ ഫോർ ഫോഴ്സ് ആസ് 504.84 ന്യൂട്ടൺ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? സോ ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ളൊരു പ്രോബ്ലം ആണ്. ഓക്കെ, സോ സിമിലർലി നമ്മൾ ഇക്വിലിബ്രിയം ഇത് റെസ്റ്റിലുള്ള കണ്ടീഷൻ പോലെ തന്നെ, പക്ഷേ ഇവിടെ ഏത് ഡയറക്ഷനിലാണ് ഫോഴ്സ് ഉള്ളത് അവിടെ നമ്മൾ എന്ത് ഇക്വേറ്റ് ചെയ്യും? ഫോഴ്സ് ഈക്വൽ ടു എം എ. ഓക്കെ, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഇക്വേറ്റ് ചെയ്യും. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ എ ബോഡി ഓഫ് മാസ് 50 kg സ്ലൈഡ്സ് ഡൗൺ എ റഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ഹൂസ് ഇൻക്ലിനേഷൻ ടു ദ ഹൊറിസോണ്ടൽ ഈസ് 30 ഡിഗ്രി. ഓക്കെ, അപ്പോൾ 30 ഡിഗ്രി ഇൻക്ലിനേഷൻ ഉള്ള ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു മാസ് വെച്ച് ഒരു 50 kg മാസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, so it slides down an inclined plane and if the coefficient of friction between the plane and body is 0.4 determine acceleration. നമുക്ക് ആക്സിലറേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഫോഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് ഇറ്റ് ഈസ് എൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. അപ്പോൾ ഇങ്ങോട്ടായിരിക്കും മോഷൻ, റൈറ്റ്? ഓക്കെ, അപ്പോൾ സോ എം ജി ഇസ് ദി വെയിറ്റ്. ഓക്കെ, ആൻഡ് റിയാക്ഷൻ ആർ. ഈ എം ജിയും ആറും അതായത് വെയിറ്റും റിയാക്ഷനും ഇപ്പോൾ ഇൻക്ലിനേഷൻ 30 ഡിഗ്രി ആണെങ്കിൽ വെയിറ്റും റിയാക്ഷനും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 30 ഡിഗ്രി. ഓക്കെ, അഗെയിൻ ഈ എം ജിയെ നമുക്ക് സോ ഇത് ക്ലിയർ. ഓക്കെ, പ്ലീസ് ലിസൺ ദിസ് പാർട്ട്. ദറ്റ് ഈസ് നമുക്ക് ഈ എം ജിയെ ഇത് 30 ഡിഗ്രി ആണ്, റൈറ്റ്? സോ വെയിറ്റിനെ നമുക്ക് രണ്ട് കമ്പോണൻസ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഓക്കെ, ദറ്റ് ഈസ് എം ജി സൈൻ 30 ആൻഡ് എം ജി കോസ് 30. ക്ലിയർ? സോ വെയിറ്റ് ഉണ്ട്, റിയാക്ഷൻ ഉണ്ട്. എഗെയിൻ വി നോ ദി കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഇസ് 0.4. ഓക്കെ, മോഷൻ ഇങ്ങോട്ടാണ് ഉണ്ടാകുന്നത്. സോ ഒപ്പോസിങ് ഫോഴ്സ് അതായത് ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഇങ്ങോട്ടേക്കായിരിക്കും ഫ്രിക്ഷൻ. ഓക്കെ, മ്യൂ ആർ എൻ. ഓക്കെ, ഇവിടെ ഇപ്പോൾ നിങ്ങൾ എൻ എന്ന് എന്താ എൻ ആർ സഫിക്സ്. ഓക്കെ, സോ ആർ എൻ എന്ന് വെച്ചാൽ ദിസ് എൻ ഇസ് നോർമൽ റിയാക്ഷൻ. ഓക്കെ, എൻ സ്റ്റാൻഡ്സ് ഫോർ നോർമൽ. സോ അഗെയിൻ അപ്പോൾ ഫോഴ്സസ് ഒക്കെ മാർക്ക് ചെയ്യുക. ഇനി എന്താ ചെയ്യേണ്ടത്? സോ റൈറ്റ് ദി ഗിവൺ ഡേറ്റ. ഓക്കെ,
ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദി ആക്സിലറേഷൻ. എ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ ഈ ഒരു കേസ് എടുക്കാൻ നേരത്ത് നമ്മൾ ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിന് എലോങ് ആയിട്ടാണ് മൂവ്മെൻ്റ് ഉള്ളത് അല്ലേ. അതായത് ഈ ഒരു പ്ലെയിനിന് എലോങ് ആയിട്ടാണ് ഈ ഒരു ബോഡി മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ what we can write, we can take the force along the inclination and perpendicular to. ഇപ്പോൾ രണ്ട് രീതിയിൽ എടുക്കാം. ഓക്കെ, we can resolve the forces along inclined plane and forces along perpendicular to the inclined plane. Okay, so motion is along the plane, therefore net force along the plane. Okay, so ഈ force along the plane, along the inclined plane കൂടെയുള്ള ഫോഴ്സ് എന്തായിരിക്കും? നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? mass into acceleration. Okay, and ഈ inclined plane പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിൽ എന്തായിരിക്കും? 0. ഓക്കെ, സോ നെറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ സിഗ്മ ഇവിടെ നമ്മൾ ഇതിന് ഇൻക്ലൈൻഡ് പ്ലെയിനിന് അലോങ് ആയിട്ടാണെങ്കിൽ MA ആൻഡ് ദിസ് ഇസ് 0. ക്ലിയർ? ഓക്കെ, സോ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, റൈറ്റ്? സോ നെറ്റ് പെർപെൻഡിക്കുലർ ഫോഴ്സ്, അപ്പോൾ നമുക്കറിയാം നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആണ്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് RN ഇസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? RN അപ്വേർഡ്സ് ആണ്, mg cos 30 ഡൗൺവേർഡ്സ് ആണ്. സോ വി ക്യാൻ റൈറ്റ് RN ഇസ് ഈക്വൽ ടു mg cos 30. എഴുതിക്കൂടെ? ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു പ്ലെയിനിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഫോഴ്സസ് എടുക്കാം. ഓക്കെ, സോ അവിടെ RN ഉണ്ട്, mg cos 30 ഉണ്ട്. So we can write like this, Rn is equal to mg cos 30. So mass 50 ആണ്, g 9.81 and cos 30. Clear? Again, net force along inclined plane. ഈ ഒരു inclined plane along ആയിട്ടുള്ള ഫോഴ്സസ് MA ആണ്, mass into acceleration ആണ്. Okay, so we can write ഏതൊക്കെ ഫോഴ്സസ് ആണ് along the plane ആക്ട് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, റൈറ്റ്? mg sin 30. സോ ഈ ഡയറക്ഷനിലേക്കാണ് മോഷൻ അല്ലേ, മോഷൻ ഈ ഡയറക്ഷനിലേക്കാണ്. സോ ഈ ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവായിട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ നെഗറ്റീവായിട്ടും എടുക്കാം. ഓക്കെ, സോ mg sin 30 എന്ന വാല്യൂ പോസിറ്റീവ് വരും. സോ പോസിറ്റീവ് mg sin 30 ആൻഡ് μrn നെഗറ്റീവ് ഡയറക്ഷനാണ്. സോ മൈനസ് μrn. ഓക്കെ, സോ വാട്ട് ഈസ് റിസൾട്ടൻറ്റ്? റിസൾട്ടൻറ്റ് ഇസ് ഈക്വൽ ടു റിസൾട്ടൻറ്റ് ഇസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0 അല്ല, നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ നമ്മൾ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, സോ എന്താ കിട്ടുന്നത്? mg sin 30 മൈനസ് mu 0.4 ആണ്. Rn നമുക്ക് ഓൾറെഡി കിട്ടി. ഓക്കെ, Rn ഇസ് ഈക്വൽ ടു m ഇൻറ്റു a. ഓക്കെ, ഇവിടെ അഗെയിൻ മാസ്, ഈ മാസും ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം, കാരണം ഇവിടെ മാസ് 50 ആണ്. സോ എല്ലാം ക്യാൻസൽ ചെയ്യുക ഓർ സബ്സ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ഇത് വാല്യൂസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. ഫൈനലി വി ഗെറ്റ് ആക്സലറേഷൻ ആസ് 1.51 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? സോ നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ, അതായത് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എങ്ങനെയായിരുന്നു? ഫോഴ്സസ് അലോങ് എക്സ് ഡയറക്ഷൻ, ഫോഴ്സ് അലോങ് വൈ ഡയറക്ഷൻ 0യ്ക്ക് ഇക്വേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ എവിടെയാണ് മോഷൻ അവിടെ നമ്മൾ എന്താ റൈറ്റ് ഹാൻഡ് സൈഡ് MA എന്ന് ഇക്വേറ്റ് ചെയ്യുക. ദാറ്റ്സ് ദ ഓൺലി ഡിഫറൻസ്. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇതൊരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ട്രൈ ഡൂയിങ് ഇറ്റ് യുവർ സെൽഫ്. അതായത് നേരത്തെ പോലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 2 ബ്ലോക്സ് ഉണ്ടെന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ ഓൺലി ഡിഫറൻസ്. സോ 2 ബ്ലോക്സ്, ഇതിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. സോ W ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, മാസ് അല്ല. സോ യു ഹാവ് ടു ചെക്ക് വെദർ മാസ് ആണോ W ആണോ തന്നിരിക്കുന്നതെന്ന് എപ്പോഴും ചെക്ക് ചെയ്യുക. ഓക്കെ, അതായത് kgയിലാണോ ന്യൂട്ടണിലാണോ തന്നിരിക്കുന്നതെന്ന്. ന്യൂട്ടണിലാണെങ്കിൽ അത് വെയിറ്റ് ആണ്, kgയിലാണെങ്കിൽ മാസ് ആണ്. ഓക്കെ, സോ 2 ബ്ലോക്സ് 250 and 500 ഹെൽഡ് സ്റ്റേഷനറി. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2, ഓക്കെ, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് 10 മീറ്റർ ആണ്. ആൻഡ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ 20 ഡിഗ്രി. ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ പ്ലെയിൻ ആൻഡ് ബ്ലോക്ക്. സോ എയും ഈ പ്ലെയിനും തമ്മിലുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.3 ആൻഡ് ബി ആൻഡ് പ്ലെയിൻ തമ്മിലുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.2. So if the blocks are released simultaneously, calculate the acceleration. So acceleration ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നേരത്തെ പോലത്തെ സെയിം ക്വസ്റ്റ്യൻ. ഇവിടെ 2 ബ്ലോക്ക് ഉണ്ടെന്നേ ഉള്ളൂ ഡിഫറൻസ്. സോ നിങ്ങൾ 1 by 1 എടുത്ത് ചെയ്യുക. ഓക്കെ, അതായത് ഫസ്റ്റ് ബ്ലോക്ക് എ എടുക്കുക. ബ്ലോക്ക് എയിൽ ഏതൊക്കെ ഫോഴ്സസ് ഉണ്ട്?
ഓക്കെ, ഇവിടുത്തെ റിയാക്ഷൻ പിന്നെ വെയിറ്റ് ഈ എം, ഓക്കെ, എം എ ഇൻറ്റു ജി അതിനെ നമുക്ക് 2 കമ്പോണൻസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, സോ നേരത്തെ പോലെ തന്നെ ഇവിടെ 2 ടൈംസ് നമ്മൾ ചെയ്യുക. ഓക്കെ, സെപ്പറേറ്റ് ആക്സലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ക്ലിയർ? സോ ട്രൈ ഡൂയിങ് ഇറ്റ് യുവർ സെൽഫ് ആൻഡ് ഗെറ്റ് and see whether you're getting these answers. Okay, so next question, in the previous problem calculate time taken and distance traveled by each block before they are at the verge of collision. അപ്പോൾ നേരത്തെ പ്രോബ്ലം തന്നെയാണ്, അതിൻ്റെ ഡേറ്റ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടൈം ആൻഡ് ഡിസ്റ്റൻസ്. അതായത് ഈ ഒരു 2 ബ്ലോക്സും സൈമിൾട്ടേനിയസ്ലി മൂവ് ചെയ്ത് താഴെ വരാൻ നേരത്ത് ഓക്കെ എ ആൻഡ് ബി ബോത്ത് ഗെറ്റ്സ് കൊളൈഡ് അല്ലേ. അപ്പോൾ ആ കൊളൈഡ് ചെയ്യാനെടുക്കുന്ന ആ ഒരു ടൈമും ആ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസുമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ ആക്സലറേഷൻ ടേക്ക് ഇറ്റ് ആസ് 0.59 ആൻഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഡയറക്റ്റ് നമ്മളുടെ ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. ക്ലിയർ? സോ എ ഇങ്ങനെ മൂവ് ചെയ്യുക, അതായത് ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ഇവിടം വരെ മൂവ് ചെയ്യുകയാണ്. ഓക്കെ, സോ ലെറ്റ് ദാറ്റ് ഡിസ്റ്റൻസ് ബി എക്സ് മീറ്റർ. So the distance travelled by block A is equal to x meter and the distance travelled by B എന്തായിരിക്കും 10 plus x. Okay, എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 10 ആണ്. സോ 10 പ്ലസ് എക്സ്. അഗെയിൻ അത് നമ്മളുടെ ഈ ഓക്കെ, സോ ബ്ലോക്ക് എയുടെയും ബ്ലോക്ക് ബിയുടെയും ഡിസ്റ്റൻസസ് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഫോർ ബ്ലോക്ക് എ എക്സ് ഇസ് ഈക്വൽ ടു ഓക്കെ എക്സ് ആണ് ഡിസ്റ്റൻസ്. സോ എക്സ് ഇസ് ഈക്വൽ ടു യു ടി. സോ യു എന്ന് വെച്ചാൽ ഇനിഷ്യൽ വെലോസിറ്റി. എ എന്ന ബ്ലോക്ക് ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് അല്ല, റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് യു എത്രയായിരിക്കും 0. ഓക്കെ, സോ ദിസ് കംപ്ലീറ്റ് ടേം വിൽ ബി 0 ആൻഡ് ദാറ്റ് പ്ലസ് ഹാഫ് ഇൻറ്റു എ തന്നിട്ടുണ്ട്. ഓക്കെ, ബ്ലോക്ക് എയുടെ ആക്സലറേഷൻ ആൻഡ് ടി സ്ക്വയർ. അഗെയിൻ ബ്ലോക്ക് ബി അതുപോലെ തന്നെ എഴുതുക. 10 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു ഇതും സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണ്. സോ യു ഇസ് ഈക്വൽ ടു 0 ആൻഡ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ടി സ്ക്വയർ. ഓക്കെ, എ 1.51. അഗെയിൻ 2 ഇക്വേഷൻസ് ഉണ്ട്, 2 അൺനോൺസ് ഉണ്ട്. ഓക്കെ, സോ സോൾവ് ദീസ് ഇക്വേഷൻസ്. സോ മൈനസ് ചെയ്താൽ മതി, സബ്ട്രാക്ടിങ് ദിസ് ആൻഡ് ദിസ്. ഓക്കെ, സോ 10 പ്ലസ് എക്സ് മൈനസ് എക്സും അതുപോലെ ഇത് മൈനസ് ചെയ്ത്. സോ വി ആർ ഗെറ്റിംഗ് ദ വാല്യൂ ഫോർ ടി ആസ് 4.66 സെക്കൻഡ്. ഓക്കെ, സോ ടിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഈ ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബ്ലോക്ക് കിട്ടും. ഓക്കെ, സോ എക്സിലേക്ക് ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എക്സിൻ്റെ ഇക്വേഷനിലേക്ക്. സോ വി ക്യാൻ ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബ്ലോക്ക് എ ആൻഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബ്ലോക്ക് ബി എന്ന് വെച്ചാൽ 10 പ്ലസ് ദിസ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? സോ പ്ലീസ് ഗോ ത്രൂ ദിസ്. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് കണക്റ്റഡ് ബോഡീസ് ആണ്. ഓക്കെ, സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.